ഹായ് ഫ്രണ്ട്സ്, യൂണിവേഴ്സിറ്റി അസിസ്റ്റൻ്റ് മെയിൻ എക്സാമുമായി ബന്ധപ്പെട്ട് സ്പെഷ്യൽ ടോപ്പിക്കാണ് നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. അതിൽ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി അതിൻ്റെ ഫസ്റ്റ് പാർട്ട് നമ്മൾ ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് എന്താണ് ഈ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി, അതിൻ്റെ ഒബ്ജക്റ്റീവ് എന്താണ്, എങ്ങനെയായിരുന്നു ആ സിസ്റ്റം എന്നുള്ളത് നമുക്കൊന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. So, National Education Policy 2020, NEP 2020 is a comprehensive policy document that aims to transform the Indian education system. അപ്പോൾ ഇന്ത്യയിലെ വിദ്യാഭ്യാസ മേഖലയെ മൊത്തത്തിലൊരു സമഗ്ര മാറ്റം ഉദ്ദേശിച്ചുകൊണ്ടുണ്ടാക്കിയൊരു പോളിസിയാണ് എന്ത് NEP എന്ന് പറയുന്നത്. ദ പോളിസി വാസ് അപ്രൂവ്ഡ് ബൈ ദ യൂണിയൻ ക്യാബിനറ്റ് ഓൺ 29th July 2020. ഇത് യൂണിയൻ ക്യാബിനറ്റ് അപ്രൂവ് ചെയ്തതെന്നാണ് 2020 ജൂലൈ 29 ആൻഡ് റീപ്ലേസസ് ദ പ്രീവിയസ് എഡ്യൂക്കേഷൻ പോളിസി ഓഫ് 1986. അപ്പോൾ 34 വർഷം മുമ്പേ 1986 നാഷണൽ പോളിസി ഓൺ എഡ്യൂക്കേഷൻ NPE ഓൺ 1986 റീപ്ലേസ് ചെയ്തിട്ടാണ് ഈ ഒരു പോളിസി യൂണിയൻ ഗവൺമെൻറ് 2020 ജൂലൈ 29 അപ്രൂവ് ചെയ്തത്. The NEP 2020 proposes significant changes in the education system at all level. സമസ്ത മേഖലയിലും ഒരു മാറ്റം ഉദ്ദേശിച്ചുകൊണ്ടാണ് ഈ NEP 2020 എന്ന് പറയുന്ന ആ ഒരു പോളിസി അപ്രൂവ് ചെയ്തത്. ഫ്രം പ്രൈമറി എഡ്യൂക്കേഷൻ മുതൽ ഹയർ എഡ്യൂക്കേഷൻ വരെയുള്ള സമസ്ത മേഖലയിലൊരു മാറ്റം. ഓക്കെ, ദ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി 2020 ദ മെയിൻ പൊട്ടൻഷ്യൽ ഇമ്പാക്ട് ഓൺ ദി ഇന്ത്യൻ എഡ്യൂക്കേഷൻ. അപ്പോൾ ഇന്ത്യൻ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ ഒരു മെയിൻ ഇമ്പാക്റ്റ് ഉണ്ടാക്കുക എന്നുള്ളതാണ് ഈ ഒരു പോളിസിയുടെ മെയിൻ ലക്ഷ്യം എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനെക്കുറിച്ച് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ദ NEP 2020 ഈസ് ബേസ്ഡ് ഓൺ ദ പ്രിൻസിപ്പിൾ ഓഫ് ആക്സസ്, ഇക്വിറ്റി, ക്വാളിറ്റി, അഫോർഡബിലിറ്റി ആൻഡ് അക്കൗണ്ടബിലിറ്റി. അപ്പോൾ വിച്ച് ആർ ദ 5 പില്ലേഴ്സ്? ഏതെല്ലാമാണ് ഈ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസിയുടെ 5 പില്ലറുകൾ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതാണ് 5 പില്ലറുകൾ. ഏതൊക്കെയാണ് 5 പില്ലറുകൾ? ആക്സസ്, ഇക്വിറ്റി, ക്വാളിറ്റി, affordability and accountability. അപ്പോൾ these are the 5 pillars of national education policy 2020 and the policy aims to provide, എന്താണ് അതിൻ്റെ മോട്ടോ അല്ലെങ്കിൽ എന്താണ് അതിൻ്റെ എയിം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ the main aim or motto is to provide equitable access to education to all students regardless of their special and economic background. Okay, regardless of their social and economic background. അവരുടെ സാമ്പത്തിക നില, അവരുടെ സാമൂഹ്യ ചുറ്റുപാട് ഇതൊന്നും നോക്കാതെ എന്താണ് the policy aims to provide equitable access to education. എല്ലാവർക്കും വിദ്യാഭ്യാസം, equitable access to education to all students regardless of their social and economic background. Okay, ഇതൊന്നും നോക്കാതെ എല്ലാവർക്കും equitable education എന്നാണ് ഇതിൻ്റെ ഒരു എയിം എന്ന് പറയുന്നത്. It also aims to improve the quality of education by emphasizing the development of critical thinking and problem solving skill among students. അപ്പോൾ കുട്ടികളുടെ ഒരു ചിന്താ ശേഷി വർദ്ധിപ്പിക്കുക, ക്രിട്ടിക്കൽ തിങ്കിങ് വർദ്ധിപ്പിക്കുക, അതുപോലെ തന്നെ പ്രോബ്ലം സോൾവിങ്, അവരുടെ റിയൽ ടൈം ഒരു പ്രോബ്ലം വന്നു കഴിഞ്ഞാൽ അതിനെ സോൾവ് ചെയ്യാനുള്ള എബിലിറ്റി കുട്ടികൾക്ക് ഡെവലപ്പ് ചെയ്യുക. ഇതൊക്കെ ഈ പോളിസി എന്താണ് ഉദ്ദേശിച്ചിട്ടുണ്ട്. ദ NEP 2020 proposes significant changes in the education system at all level from primary education to higher education. Okay, higher education സമസ്ത മേഖലയിലും ഒരു മാറ്റം ആണ് ഈ ഒരു നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി 2020 ഉദ്ദേശിച്ചിട്ടുള്ളത്. അപ്പോൾ പറഞ്ഞ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ഇത്രയേ ഉള്ളൂ. 2020 ജൂലൈ 29 നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി യൂണിയൻ ക്യാബിനറ്റ് അപ്രൂവ് ചെയ്യുന്നത്. നേരത്തെ നാഷണൽ പോളിസി ഓൺ എഡ്യൂക്കേഷൻ 1986 റീപ്ലേസ് ചെയ്തിട്ടാണ് ഈ ഒരു ന്യൂ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി 2020 നിലവിൽ വന്നത്. ഓക്കെ, അതിൻ്റെ 5 പില്ലറുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്സസ്, ഇക്വാലിറ്റി, ക്വാളിറ്റി, അഫോർഡബിലിറ്റി ആൻഡ് അക്കൗണ്ടബിലിറ്റി ആണ്. അതിൻ്റെ മെയിൻ എയിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഇക്വിറ്റബിൾ ആക്സസ് ടു എഡ്യൂക്കേഷൻ ടു ഓൾ സ്റ്റുഡൻസ് റിഗാർഡ്ലെസ് ഓഫ് സോഷ്യൽ ആൻഡ് എക്കണോമിക് ബാക്ക്ഗ്രൗണ്ട്. ഓക്കെ, എല്ലാവർക്കും വിദ്യാഭ്യാസം എന്നതാണ് ഇതിൻ്റെ ഒരു മെയിൻ കൺസേൺ എന്ന് പറഞ്ഞാൽ. അപ്പോൾ വാട്ട് ആർ ദ സം ഓഫ് ദി മെയിൻ ഹൈലൈറ്റ്സ് ഓഫ് ന്യൂ അല്ലെങ്കിൽ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി 2020? എന്തെല്ലാമാണ് ന്യൂ ഹൈലൈറ്റ്സ് എന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് നോക്കാം. ഒന്നെന്ന് പറഞ്ഞാൽ യൂണിവേഴ്സലൈസേഷൻ ഓഫ് എഡ്യൂക്കേഷൻ. ഓക്കെ, യൂണിവേഴ്സലൈസേഷൻ ഓഫ് എഡ്യൂക്കേഷൻ. ദ NEP 2020 aims to provide universal access to education to all students in age group of 3 to 18 years. 3 മുതൽ 18 വയസ്സുള്ള എല്ലാ കുട്ടികളുടെയും വിദ്യാഭ്യാസം. അതുപോലെ തന്നെ the policy proposes to achieve this by providing free and compulsory education up to the age of 18. ഫ്രീ ആൻഡ് കമ്പൽസറി എഡ്യൂക്കേഷൻ, അതായത് എന്താ പറയുക, ഫ്രീ എഡ്യൂക്കേഷൻ, സൗജന്യ വിദ്യാഭ്യാസം അപ് ടു എൻ ഏജ് ഓഫ് 18 years ആൻഡ് ബൈ എൻഷുറിംഗ് ദാറ്റ് നോ ചൈൽഡ് ഈസ് ലെഫ്റ്റ് ബിഹൈൻഡ്. ഒരു കുട്ടിയെയും വിദ്യാഭ്യാസം കിട്ടാതെ മുന്നോട്ട് പോകരുത് എന്നത് ഇവരുടെ ഒരു ലക്ഷ്യമായിരുന്നു. അടുത്തത് റീസ്ട്രക്ചറിംഗ് ഓഫ് സ്കൂൾ കരിക്കുലം. ദ NEP 2020 proposes a new school curriculum that is more holistic, മൾട്ടി ഡിസിപ്ലിനറി ആൻഡ് സ്കിൽ ബേസ്ഡ്. അപ്പോൾ ഒരു പുതിയ കരിക്കുലം തയ്യാറാക്കുക. അതെങ്ങനെയായിരിക്കണം? ഹോളിസ്റ്റിക് ആയിരിക്കണം, മൾട്ടി ഡിസിപ്ലിനറി, പല മേഖലകളിലും അതിന് ഇമ്പോർട്ടൻസ് കൊടുക്കണം. അതിന് സ്കിൽ ബേസ്ഡ് ആയിരിക്കണം. ഒരു കഴിവ് അല്ലെങ്കിൽ ഒരു മൂല്യാധിഷ്ഠിതമായിരിക്കണം, അല്ലെങ്കിൽ സ്കിൽ ബേസ്ഡ് ആയിരിക്കണം.
എന്നാണ് പറയുന്നത്. ദ കരിക്കുലം വിൽ ഫോക്കസ് ഓൺ ദ ഡെവലപ്മെൻറ്റ് ഓഫ് കോർ സ്കിൽസ് സച്ച് ആസ് ക്രിട്ടിക്കൽ തിങ്കിങ്. ചില സ്കില്ലുകൾ ഡെവലപ്പ് ചെയ്യുക. അതൊക്കെയാണ് ഒന്ന് ക്രിട്ടിക്കൽ തിങ്കിങ്, പ്രോബ്ലം സോൾവിങ്, ഒരു റിയൽ ടൈം പ്രോബ്ലം വന്നു കഴിഞ്ഞാൽ അത് എങ്ങനെ അത് വർക്കൗട്ട് ചെയ്യാം, എങ്ങനെ സോൾവ് ചെയ്യാം, ആൻഡ് ക്രിയേറ്റീവായി ചിന്തിക്കുക. ഓക്കെ, ഇതൊക്കെ ഇതിൻ്റെ ഭാഗമാണ്. ഇനി വൊക്കേഷണൽ എഡ്യൂക്കേഷനെ കുറിച്ച് എന്താ പറഞ്ഞിരിക്കുന്നത്? അതിൻ്റെ ഒരു കീ ഹൈലൈറ്റ് എന്താണ്? ദ NEP 2020 എംഫസിസ് ദ നീഡ് ടു പ്രൊവൈഡ് വൊക്കേഷണൽ എഡ്യൂക്കേഷൻ, തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസം, വൊക്കേഷണൽ എഡ്യൂക്കേഷൻ ടു സ്റ്റുഡൻസ് അറ്റ് ദ സെക്കൻഡറി ലെവൽ ടു എക്വിപ്പ് ദം വിത്ത് സ്കിൽസ് റിക്വയർഡ് ഫോർ ദ ജോബ് മാർക്കറ്റ്. അപ്പോൾ ഒരു ജോബ് ലെവലിലേക്ക് പോകുമ്പോൾ, ഒരു ജോലി സംബന്ധമായിട്ട് കുട്ടികൾ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ അവർക്ക് ഏതെങ്കിലും ഒരു സ്കിൽ, ഏതെങ്കിലും ഒരു കഴിവ് ആർജിച്ചെടുക്കുക എന്നുള്ള ഒരു ഉദ്ദേശശുദ്ധി ഈ ഒരു വൊക്കേഷണൽ എഡ്യൂക്കേഷനുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അത് ഈ NEP 2020 കൃത്യമായിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ട്. ദ യൂസ് ഓഫ് ടെക്നോളജി, ദ പോളിസി പ്രപ്പോസസ് ദ യൂസ് ഓഫ് ടെക്നോളജി ടു എൻഹാൻസ് ദ ലേണിംഗ് എക്സ്പീരിയൻസ് ഓഫ് സ്റ്റുഡൻസ്. ഇറ്റ് സജസ്റ്റ് ദ യൂസ് ഓഫ് ഓൺലൈൻ പ്ലാറ്റ്ഫോം ആൻഡ് ഡിജിറ്റൽ റിസോഴ്സസ് ടു പ്രൊവൈഡ് ആക്സസ് ടു ക്വാളിറ്റി എഡ്യൂക്കേഷൻ ടു സ്റ്റുഡൻസ് ഇൻ റിമോട്ട് ഏരിയാസ്. അപ്പോൾ കുട്ടികൾക്ക് എല്ലാവർക്കും വിദ്യാഭ്യാസം കിട്ടുക എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിൽ റിമോട്ട് ഏരിയയിൽ, അതായത് ഉള്ളിലോട്ടുള്ള ഏരിയയിൽ, അതായത് ഈ ടെക്നോളജി ഒന്നും ലഭിക്കാത്ത ഏരിയയിലേക്ക് കുട്ടികൾക്ക് വിദ്യാഭ്യാസം ലഭിക്കണമെങ്കിൽ എന്താണ് അവിടെ ഇറ്റ് സജസ്റ്റ് ദ യൂസ് ഓഫ് ഓൺലൈൻ പ്ലാറ്റ്ഫോം. ഓൺലൈൻ പ്ലാറ്റ്ഫോം വഴി കുട്ടികൾക്ക് വിദ്യാഭ്യാസം എത്തിക്കുക എന്ന ഒരു ടെക്നോളജി യൂസ് ചെയ്യുക എന്നുള്ളത് ഇതിൻ്റെ ഒരു മെയിൻ കൺസേൺ ആയിരുന്നു. അപ്പോൾ യൂസ് ഓഫ് ടെക്നോളജി, ദ പോളിസി പ്രപ്പോസസ് ദ യൂസ് ഓഫ് ടെക്നോളജി, ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ചുകൊണ്ട് റൂറൽ ഏരിയ അല്ലെങ്കിൽ റിമോട്ട് ഏരിയയിൽ നിൽക്കുന്ന കുട്ടികളുടെ വിദ്യാഭ്യാസം ഓൺലൈനായിട്ട് കൊടുക്കുക, ഓൺലൈൻ പ്ലാറ്റ്ഫോം വഴി കൊടുക്കുക എന്നുള്ളതും, അതുപോലെ തന്നെ ഡിജിറ്റൽ റിസോഴ്സ് ഉപയോഗിച്ചിട്ട് അവർക്ക് വിദ്യാഭ്യാസം കൊടുക്കുക എന്നും ഇതിലേക്ക് ഹൈലൈറ്റ് ആയിരുന്നു. ഓക്കെ, ദെൻ അടുത്തെന്തായിരുന്നു? ഹയർ എഡ്യൂക്കേഷൻ. ദ NEP 2020 പ്രപ്പോസ് എ സിഗ്നിഫിക്കൻറ്റ് ചേഞ്ചസ് ഇൻ ഹയർ എഡ്യൂക്കേഷൻ ഏരിയ, ഹയർ എഡ്യൂക്കേഷൻ സിസ്റ്റം സച്ച് ആസ് ദ ഇൻട്രൊഡക്ഷൻ ഓഫ് 4-year അണ്ടർ ഗ്രാജുവേറ്റ് പ്രോഗ്രാം ആൻഡ് ദ എസ്റ്റാബ്ലിഷ്മെൻറ്റ് ഓഫ് സിംഗിൾ റെഗുലേറ്ററി ബോഡി ഫോർ ഹയർ എഡ്യൂക്കേഷൻ, സിംഗിൾ റെഗുലേറ്ററി ബോഡി ഫോർ ഹയർ എഡ്യൂക്കേഷൻ, അതും ഇവർ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, അതൊക്കെയാണ് മെയിനായിട്ടുള്ള ഹൈലൈറ്റ്സ്. അപ്പോൾ എന്തൊക്കെയായിരുന്നു? യൂണിവേഴ്സലൈസേഷൻ ഓഫ് എഡ്യൂക്കേഷൻ, റീസ്ട്രക്ചറിങ് ഓഫ് സ്കൂൾ കരിക്കുലം, വൊക്കേഷണൽ എഡ്യൂക്കേഷൻ, യൂസ് ഓഫ് ടെക്നോളജി, ഹയർ എഡ്യൂക്കേഷൻ. ഇതൊക്കെയാണ് ഈ ഒരു NEP നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി 2020 മെയിൻ ഹൈലൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അടുത്ത് നമ്മൾ നോക്കാനുള്ളത് ഇതിലെ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചോദിക്കുന്ന കുറച്ച് ചോദ്യങ്ങൾ, അല്ലെങ്കിൽ ചില ചോദ്യങ്ങൾ രൂപത്തിൽ നമുക്ക് കാര്യങ്ങൾ നോക്കാം. അപ്പോൾ വാട്ട് ഈസ് 2020 നാഷണൽ പോളിസി ഓൺ എഡ്യൂക്കേഷൻ? അപ്പോൾ NEP 2020 എയിംസ് ടു ഇൻക്രീസ് ദ GER. എന്താ GER എന്ന് പറഞ്ഞാൽ? ഗ്രോസ് എൻറോൾമെൻറ്റ് റേഷ്യോ. ഓക്കെ, ഗ്രോസ് എൻറോൾമെൻറ്റ് റേഷ്യോ, അതായത് ഗ്രോസ് എൻറോൾമെൻറ്റ് റേഷ്യോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ദ നമ്പർ ഓഫ് സ്റ്റുഡൻസ് ഹു എൻറോൾ ടു ഹയർ എഡ്യൂക്കേഷൻ ടു ദ ടോട്ടൽ പോപ്പുലേഷൻ ഓഫ് സ്റ്റുഡൻസ് ഇൻ ദ ഏജ് ഓഫ് 18 to 23. അതായത് അതാണ് GER, ഗ്രോസ് എൻറോൾമെൻറ്റ് റേഷ്യോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 18 to 23 വയസ്സിലെ മൊത്തം കുറച്ച് കുട്ടികളുണ്ടാവും, അതിൽ എത്ര കുട്ടികൾ ഹയർ എഡ്യൂക്കേഷൻ എൻറോൾ ചെയ്തു. അപ്പോൾ അതിൻ്റെ റേഷ്യോ, ദ ടോട്ടൽ നമ്പർ ഓഫ് സ്റ്റുഡൻസ് എൻറോൾഡ് ടു ദ ടോട്ടൽ പോപ്പുലേഷൻ ഓഫ് സ്റ്റുഡൻസ് ഇൻ ദ ഏജ് 18 to 23, അതാണ് ഗ്രോസ് എൻറോൾമെൻറ്റ് റേഷ്യോ. അപ്പോൾ NEP നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി aims to increase the gross enrollment ratio to 100% in pre-schools to higher secondary level. അപ്പോൾ പ്രീ സ്കൂൾ മുതൽ ഹയർ സെക്കൻഡറി വരെയുള്ള ഗ്രോസ് എൻറോൾമെൻറ്റ് റേഷ്യോ 100% ആക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്. എപ്പോൾ? സെക്കൻഡറി ലെവൽ ബൈ 2030 ആകുമ്പോഴേക്കും ഈ ഗ്രോസ് എൻറോൾമെൻറ്റ് റേഷ്യോ, എല്ലാവർക്കും വിദ്യാഭ്യാസം കിട്ടുക എന്ന ഉദ്ദേശത്തോടുകൂടി ഈ ഗ്രോസ് എൻറോൾമെൻറ്റ് റേഷ്യോ 100% ആക്കുക. വെറാസ് ദ ഗ്രോസ് എൻറോൾമെൻറ്റ് റേഷ്യോ ഇൻ ഹയർ എഡ്യൂക്കേഷൻ ഇൻക്ലൂഡിംഗ് വൊക്കേഷണൽ എഡ്യൂക്കേഷൻ ഫ്രം 26.3. അപ്പോൾ 2018 അത് 26.3% ആയിരുന്നു. അത് 50% ആക്കുക. ഓക്കെ, 50% ആക്കുക. അപ്പോൾ 2035 ആകുമ്പോഴേക്കും. അപ്പോൾ അതാണ് ഇവരുടെ ഒരു മെയിൻ എയിം എന്ന് പറഞ്ഞാൽ, ഒരു എയിം എന്ന് പറഞ്ഞാൽ. അപ്പോൾ ന്യൂ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി 2020 എയിംസ് ടു ഇൻക്രീസ് ദ ഗ്രോസ് എൻറോൾമെൻറ്റ് റേഷ്യോ ടു 100% ഇൻ പ്രീ സ്കൂൾസ് ടു സെക്കൻഡറി ലെവൽ ബൈ 2030, വെറാസ് ദ gross enrollment ratio in higher education including vocational education from 26.3 to അത് 2018 26.3 ആയിരുന്നു. അത് 50% ആക്കുക. അപ്പോൾ 2035 ആകുമ്പോഴേക്കും. ഓക്കെ, അടുത്തത് വാട്ട് ഈസ് ദ മെയിൻ റെക്കമെൻഡേഷൻ ഓഫ് നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി 2020? അപ്പോൾ എന്തായിരുന്നു മെയിൻ റെക്കമെൻഡേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ഡബിളിംഗ് ദ പബ്ലിക് ഇൻവെസ്റ്റ്മെൻറ്റ് ഫോർ എഡ്യൂക്കേഷൻ. അപ്പോൾ ഡബിളിംഗ് ദ പബ്ലിക് ഇൻവെസ്റ്റ്മെൻറ്റ് ഫോർ എഡ്യൂക്കേഷൻ വാസ് വൺ ഓഫ് ദ ഇമ്പോർട്ടൻറ്റ് റെക്കമെൻഡേഷൻ ഓഫ് NEP 2020. അപ്പോൾ NEP 2020 ഇൻസിസ്റ്റഡ് ഓൺ ദ എക്സ്പെൻഡിച്ചർ ഓഫ് 6% ഓഫ് GDP. അപ്പോൾ 6%, GDPയുടെ 6% എഡ്യൂക്കേഷന് വേണ്ടി ചിലവാക്കുക എന്നതായിരുന്നു ഒന്നാമത്തെ മെയിനായിട്ടുള്ള ഒരു റെക്കമെൻഡേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ മെയിൻ റെക്കമെൻഡേഷൻ ഈസ് ദാറ്റ് ദ എക്സ്പെൻഡിച്ചർ 6% ഓഫ് GDP ഓൺ എഡ്യൂക്കേഷൻ. അപ്പോൾ പബ്ലിക് ഇൻവെസ്റ്റ്മെൻറ്റ് എവിടെ? എഡ്യൂക്കേഷന് വേണ്ടിയിട്ട് GDPയുടെ 6% ചിലവാക്കുക. ഡബിളിംഗ് ദ കറണ്ട് 10% ഓഫ് ടോട്ടൽ പബ്ലിക് എക്സ്പെൻഡിച്ചർ ടു 20% ഇൻ ദി നെക്സ്റ്റ് ഡെക്കേഡ്. അപ്പോൾ ഡബിൾ ചെയ്യുക. എന്താണ്? ഡബിളിംഗ് ദ കറണ്ട് 10% of total expenditure to 20% in next decade was recommended. അപ്പോൾ doubling the current 10% of total expenditure, total public expenditure to 20% in next decade. അതിൽ എന്താണ്? ഒന്നാമത്തെ NEP 2020 insisted on expenditure of 6% of GDP on education. എഡ്യൂക്കേഷന് വേണ്ടിയിട്ട് 6%
ചിലവാക്കുക എന്നുള്ളതാണ് ഒരു റെക്കമെൻഡേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പിന്നെന്താണ്, നമ്മൾ നോക്കിയതാണ് വാട്ട് ആർ ദ 5 pillars ഓഫ് NEP 2020. എന്താണ് 5 pillars? നമ്മൾ ആൾറെഡി നോക്കിയിട്ടുണ്ടായിരുന്നു. ദ മേജർ 5 pillars ആർ ആക്സസ്, ഇക്വിറ്റി, ക്വാളിറ്റി, അഫോർഡബിലിറ്റി ആൻഡ് അക്കൗണ്ടബിലിറ്റി. ദീസ് ആർ ദ 5. ഇതൊക്കെ സ്റ്റേറ്റ്മെൻറ്റ് ലെവലിൽ ചോദ്യങ്ങൾ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ ദ കീ points of NEP 2020 is based on 5 pillars. എന്തൊക്കെയാണ്? ആക്സസ്, ഇക്വിറ്റി, ക്വാളിറ്റി, അഫോർഡബിലിറ്റി ആൻഡ് അക്കൗണ്ടബിലിറ്റി ആർ ദ 5 pillars of NEP 2020. ആക്സസ് ടു ഓൾ ചിൽഡ്രൻ, ആക്സസ് ഓൾ ചിൽഡ്രൻ ഇറസ്പെക്റ്റീവ് ഓഫ് കാസ്റ്റ്, ക്രീഡ്, ലൊക്കേഷൻ. എല്ലാ കുട്ടികൾക്കും വിദ്യാഭ്യാസം. ഓക്കെ, ആക്സസ് ടു ഓൾ ചിൽഡ്രൻ ഇറസ്പെക്റ്റീവ് ഓഫ് കാസ്റ്റ്, ക്രീഡ്, ലൊക്കേഷൻ ആൻഡ് ജെൻഡർ ഷുഡ് ഹാവ് ദ ആക്സസ് ടു എലമെൻ്ററി എഡ്യൂക്കേഷൻ ഓഫ് കമ്പാരബിൾ ക്വാളിറ്റി. അപ്പോൾ എല്ലാവർക്കും വിദ്യാഭ്യാസം എന്നത് ഇതിൻ്റെ ഒരു മെയിൻ എയിമായിരുന്നു. അപ്പം 5 പില്ലറുകൾ ഏതൊക്കെയാണ്? ആക്സസ്, ക്വാളിറ്റി, ഇക്വിറ്റി, അഫോർഡബിലിറ്റി ആൻഡ് അക്കൗണ്ടബിലിറ്റി. Then what are the aims and objective of NEP? എന്താണ് മെയിൻ ആയിട്ടുള്ള എയിം, ഒബ്ജക്റ്റീവ്? The basic aim and objective of NEP 2020 are to make education universally accessible from primary to secondary level through by 2020. 2030 ആകുമ്പോഴേക്കും the basic aim and objective of NEP 2020 are to make education universally accessible from primary to secondary level by the year 2030 ആകുമ്പോഴേക്കും ഇത് യൂണിവേഴ്സലി അവൈലബിൾ ആക്കുക എന്ത് എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞ സംഗതി. ഓക്കെ, ഇനി വാട്ട് ആർ ദ സാലിയൻ ഫീച്ചേഴ്സ് ഓഫ് NEP എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താ പറയുക? നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി NEP 2020 proposes a new pattern. എന്താണ്? 5+3+3+4 structure of school education in India which will replace the previous 10+2 system. അപ്പോൾ 10+2 എന്ന് പറയുന്ന സിസ്റ്റം മാറ്റിയിട്ട് 5+3+3+4 എന്ന് പറയുന്ന സിസ്റ്റം കൊണ്ടുവരിക. അപ്പോൾ 5+3+3+4 ഇത് ഡോക്ടർ കസ്തൂരി രംഗൻ ഫുഡ് ഫോർവേഡ് ഇതൊരു ഒരു സ്ട്രക്ചറാണ്. ദ സ്ട്രക്ചർ വിൽ ഹാവ് ദ 4 stages. ഏതൊക്കെയാണ് 4 stages? ഫണ്ടമെൻ്റൽ ഫൗണ്ടേഷൻ സ്റ്റേജ് ഓഫ് 3 to 8. ഫൗണ്ടേഷൻ സ്റ്റേജ് ഓഫ് 3 to 8 അതായത് KG, LKG, UKG അങ്ങനെ 3 വർഷം. പിന്നെ 2 എന്താണ്? 1, 2 ക്ലാസ്സുകൾ. അപ്പോൾ 3 to 8 വർഷം ഒരു ഫൗണ്ടേഷൻ സ്റ്റേജ്. ദെൻ പ്രിപ്പറേറ്ററി സ്റ്റേജ് എന്ന് പറഞ്ഞാൽ 3 മുതൽ 5 വരെ അതായത് 3ാം ക്ലാസ്, 4ാം ക്ലാസ്, 5ാം ക്ലാസ് അതാണ് പ്രിപ്പറേറ്ററി സ്റ്റേജ്. ദെൻ മിഡിൽ സ്റ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 6ാം ക്ലാസ്, 7ാം ക്ലാസ്, 8ാം ക്ലാസ്. ദെൻ സെക്കൻഡറി സ്റ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 9 to 12 അങ്ങനെ 5+3+4 എന്ന് പറഞ്ഞ സ്ട്രക്ചർ അത് റീപ്ലേസ് ചെയ്തു. ഏത്? ദ ഏർലിയർ 10+2 സ്ട്രക്ചർ. 10+2 സ്ട്രക്ചറിനെ റീപ്ലേസ് ചെയ്തുകൊണ്ട് ഇങ്ങനെ ഒരു സ്ട്രക്ചർ ഇൻട്രൊഡ്യൂസ് ചെയ്തു. ദെൻ വാട്ട് ആർ ദ ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് ഓഫ് NEP 2020 ഓഫ് ഹയർ എഡ്യൂക്കേഷൻ? ഹയർ എഡ്യൂക്കേഷനുമായി ബന്ധപ്പെട്ട് എന്തൊക്കെയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റുകൾ എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാണ്? NEP 2020 ഹാസ് എയിംഡ് അറ്റ് almost doubling the gross enrollment ratio GER in higher education. നമ്മൾ പറഞ്ഞു to 50% by the year 2035. ഇപ്പോൾ അത് 26.3 നിൽക്കുന്നു. അത് 50% ആക്കുക എന്നുള്ളതാണ് ഇവരുടെ ഒരു ലക്ഷ്യം എന്ന് പറഞ്ഞ സംഗതി. ദെൻ വാട്ട് ഈസ് ദ മെയിൻ മോട്ടോ ഓഫ് NEP? എന്താണ് മെയിൻ മോട്ടോ? ഇതൊക്കെ നമ്മുടെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ലെവലിൽ ചോദ്യം വരാം. NEP 2020 മെയിൻ മോട്ടോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ദ മെയിൻ മോട്ടോ ഓഫ് NEP ഓർ എയിം എന്ന് പറഞ്ഞാൽ ഇക്വിറ്റബിൾ ആൻഡ് ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ. അഷ്യൂർ ദാറ്റ് നോ ചൈൽഡ് ഷുഡ് ബി ഡിനൈഡ് ആക്സസ് ടു എ ക്വാളിറ്റി എഡ്യൂക്കേഷൻ ബിക്കോസ് ഓഫ് ദിയർ സോഷ്യോ കൾച്ചറൽ ബാക്ക്ഗ്രൗണ്ട് കാരണം, അവരുടെ സാമ്പത്തിക അവസ്ഥ അല്ലെങ്കിൽ അവരുടെ സോഷ്യൽ ബാക്ക്ഗ്രൗണ്ട് കാരണം ഒരു കുട്ടിക്കും വിദ്യാഭ്യാസം കിട്ടാതിരിക്കരുത്. അപ്പോൾ ഇക്വിറ്റബിൾ ആൻഡ് ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ ടു ഓൾ സ്റ്റുഡൻസ് എന്നതാണ് ഇതിൻ്റെ ഒരു മെയിൻ മോട്ടോ എന്ന് പറയുന്നത്. ഇനി ഒറ്റയടിക്ക് ഈ NEP 2020 ഒരു കീ പ്രപ്പോസൽ എന്തെല്ലാമാണ് എന്ന് നോക്കിക്കഴിഞ്ഞാൽ കീ പ്രപ്പോസൽ ഓഫ് NEP 2020 ഒറ്റയടിക്ക് എന്തൊക്കെയാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ ദ NEP പ്രപ്പോസൽ ടു ചേഞ്ച് ദ സ്കൂൾ അക്കാഡമിക് സ്ട്രക്ചർ ഫ്രം 10+2 years ടു എന്താണ് 5+3+3+4 ഇയർ ഫോർമാറ്റിലേക്ക് മാറ്റി. ദെൻ അണ്ടർ ഗ്രാജുവേറ്റ് ഡിഗ്രി structure will be available for 3 and 4 years duration. It's now as multiple entry and exit option. അപ്പോൾ മൾട്ടിപ്പിൾ എൻട്രി ആൻഡ് മൾട്ടിപ്പിൾ ഓപ്ഷൻ വെച്ചിട്ട് അണ്ടർ ഗ്രാജുവേറ്റ് പ്രോഗ്രാം UG പ്രോഗ്രാം എന്ന് പറയുന്ന 3 വർഷത്തിനും 4 വർഷത്തിനും അവൈലബിൾ ആണ്. ഇറ്റ് ഈസ് നൗ ആസ് മൾട്ടിപ്പിൾ എൻട്രി ആൻഡ് എക്സിറ്റ് ഓപ്ഷൻ. നമുക്ക് എന്താണ് ഡീറ്റെയിൽ നോക്കാം. ദെൻ ദ ഹയർ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് നൗ വിൽ ഹാവ് ദ ഓപ്ഷൻ ഓഫ് ഓഫറിംഗ് 1 year ഓഫ് മാസ്റ്റേഴ്സ് ഡിഗ്രി അണ്ടർ ദ ന്യൂ NEP 2020. അപ്പോൾ ഹയർ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസിന് 1 വർഷത്തെ മാസ്റ്റർ ഡിഗ്രി കൊടുക്കാൻ സാധിക്കും. ഓക്കെ, ദ ഹയർ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ വിൽ ഹാവ് ദ ഓപ്ഷൻ ഓഫ് ഓഫറിംഗ് 1 year മാസ്റ്റേഴ്സ് ഡിഗ്രി അണ്ടർ ദ ന്യൂ NEP 2020 വെച്ചിട്ട് ഹയർ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷന് 1 വർഷത്തെ മാസ്റ്റർ ഡിഗ്രി കൊടുക്കാൻ സാധിക്കും. ദെൻ ഗവൺമെൻറ് ഡിസ്കണ്ടിന്യൂ ദ MPhil മാസ്റ്റർ ഇൻ ഫിലോസഫി പ്രോഗ്രാം. അപ്പോൾ MPhil പ്രോഗ്രാം എന്താണ്? ഗവൺമെൻറ് ഡിസ്കണ്ടിന്യൂ ചെയ്തു. എന്താണ്? ദർ വിൽ ബി നോ ഹാർഡ് സെപ്പറേഷൻ ബിറ്റ്വീൻ ആർട്സ് ആൻഡ് സയൻസ്, ബിറ്റ്വീൻ കരിക്കുലം ആൻഡ് എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ്, ബിറ്റ്വീൻ വൊക്കേഷണൽ ആൻഡ് അക്കാഡമിക് സ്ട്രീംസ്, എക്സെട്ര ടു എലിമിനേറ്റ്
harmful hierarchies among and silos between different areas of learning. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ ഒരു ഡിഫറൻസ് ഉണ്ടാവില്ല. ദർ വിൽ ബി നോ ഹാർഡ് സെപ്പറേഷൻ. ഓക്കെ, ആർട്സ് എന്നോ ആർട്സ് സയൻസ് വിഷയങ്ങൾ അതുപോലെ തന്നെ എഞ്ചിനീയറിംഗ് വിഷയങ്ങൾ തമ്മിലൊന്നും അങ്ങനെ വലിയ ഡിഫറൻസ് ഉണ്ടാവില്ല എന്നതും ഈ NEP ഇതിൻ്റെ കീ പ്രപ്പോസൽസ് ആണ്. കീ പ്രപ്പോസൽ വരുന്നത് അപ്പോൾ ന്യൂ പാറ്റേൺ എന്താണ്, 10+2 എന്ന് പറഞ്ഞ പാറ്റേൺ മാറ്റിയിട്ട് 5+3+3+4 എന്ന് പറഞ്ഞ പാറ്റേൺ കൊണ്ടുവന്നു. അണ്ടർ ഗ്രാജുവേറ്റ് പ്രോഗ്രാം എന്ന് പറയുന്നത് 3-4 വർഷത്തിന് അവൈലബിൾ ആണ്. ഓക്കെ, അവിടെ മൾട്ടിപ്പിൾ എൻട്രി ആൻഡ് മൾട്ടിപ്പിൾ എക്സിറ്റ് ഓപ്ഷൻസ് ഉണ്ടാകും. അതുപോലെ തന്നെ ഹയർ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് വിൽ ഹാവ് ദ ഓപ്ഷൻ ഓഫ് ഓഫറിംഗ് 1 year മാസ്റ്റർ ഡിഗ്രി ഒക്കെ ഓഫർ ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ടാകും. ഗവൺമെൻറ് ഡിസ്കണ്ടിന്യൂ MPhil പ്രോഗ്രാം, MPhil എന്ന് പറയുന്നത് മാസ്റ്റർ ഇൻ ഫിലോസഫി പ്രോഗ്രാം എന്ത് ചെയ്തു, ഡിസ്കണ്ടിന്യൂ ചെയ്തു. അതുപോലെ തന്നെ ദർ വിൽ ബി നോ ഹാർഡ് സെപ്പറേഷൻ ബിറ്റ്വീൻ ആർട്സ് ആൻഡ് സയൻസ്, ബിറ്റ്വീൻ കരിക്കുലർ ആൻഡ് എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ്, ബിറ്റ്വീൻ വൊക്കേഷണൽ ആൻഡ് അക്കാഡമിക് സ്ട്രീംസ് എക്സെട്ര ടു എലിമിനേറ്റ് ദ ഹാംഫുൾ ഹൈറാർക്കീസ്. അപ്പോൾ ഒരു സെപ്പറേഷൻ ഉണ്ടാവില്ല എന്നുള്ളതാണ് ഇതിൻ്റെ അടുത്തൊരു കീ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനു മുമ്പേയുള്ള ഒരു സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ പ്രീവിയസ് അക്കാഡമിക് സ്ട്രക്ചർ എങ്ങനെയായിരുന്നു, നമുക്കറിയാം 10+2 എന്ന് പറയുന്ന മാതൃകയിലായിരുന്നു. അത് മാറ്റിയിട്ടാണ് ന്യൂ അക്കാഡമിക് സ്ട്രക്ചർ കൊണ്ടുവന്നത്. എന്താണ്, ഓക്കെ 5+3+3+4 എന്ന് പറഞ്ഞ്, ഓക്കെ 5 എന്ന് പറയുന്ന സംഗതി ഫൗണ്ടേഷൻ സ്റ്റേജ് എന്ന് പറയുന്നു. അവിടെ എന്തൊക്കെയുണ്ട്, KG, LKG, UKG, അതുപോലെ തന്നെ 1ാം ക്ലാസ്സും 2ാം ക്ലാസ്സും, അതാണ് ഫൗണ്ടേഷൻ സ്റ്റേജ്. അപ്പോൾ ഒരു എന്താണ് 3 മുതൽ 8 വയസ്സ് വരെ 3 മുതൽ 8 വയസ്സ് വരെ കാലഘട്ടമാണ് ഈ ഫൗണ്ടേഷൻ സ്റ്റേജ്. അത് ഓക്കെ അവിടെ 3, 4, 5, 6, 7, 8 അങ്ങനെ 5 കൊല്ലം. ഓക്കെ, ഇനി പ്രിപ്പറേറ്ററി സ്റ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3ാം ക്ലാസ് മുതൽ 5ാം ക്ലാസ് വരെ, 3ാം ക്ലാസ് മുതൽ 5ാം ക്ലാസ് വരെ. അവിടുത്തെ ഏജ് എന്ന് പറഞ്ഞ സംഗതി, ആ ഏജ് എന്ന് പറഞ്ഞ സംഗതി എത്രയാണ്, 8 മുതൽ 11 വരെ, 8 മുതൽ 11 വരെ. അതാണ് പ്രിപ്പറേറ്ററി അല്ലെങ്കിൽ ഓക്കെ പ്രൈമറി സ്കൂൾ എന്ന് പറഞ്ഞാൽ. അടുത്ത 3 കൊല്ലം മിഡിൽ സ്റ്റേജ്, അതാണ് ക്ലാസ് 6 മുതൽ 8 വരെ, അവിടുത്തെ ഏജ് 11 മുതൽ 14 വരെ. ഓക്കെ, അടുത്താണ് സെക്കൻഡറി സ്കൂൾ എന്ന് പറയുന്നത്. അവിടെ എന്താണ് ക്ലാസ് 9 മുതൽ 12 വരെ, ഏജ് 14 to 18. അപ്പോൾ ഇതാണ് ന്യൂ അക്കാഡമിക് സ്ട്രക്ചർ. ഓൾഡ് അക്കാഡമിക് സ്ട്രക്ചറും ന്യൂ അക്കാഡമിക് സ്ട്രക്ചറും. അപ്പോൾ കസ്തൂരിരംഗൻ പുട്ട് ഫോർവേഡ് ചെയ്ത് 5+3+3+4 എന്ന് പറയുന്ന മാതൃക ഇതാണ്. ഇനി എന്താണ് ആ ഒരു UG പ്രോഗ്രാമിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ UG പ്രോഗ്രാം എന്ന് പറഞ്ഞാൽ 3 വർഷത്തെ UG ഉണ്ട്, അതുപോലെ 4 വർഷത്തെ UG പ്രോഗ്രാം ഉണ്ട്. 3 വർഷത്തെ UG പ്രോഗ്രാം നമുക്കറിയാം BSc, അതുപോലെ തന്നെ BA എന്നൊക്കെ പറയുന്ന സംഗതികൾ. ഈ 4 വർഷത്തെ എന്ന് പറഞ്ഞാൽ BTech, BPharm, BE ഒക്കെ 4 വർഷത്തെയാണ്. അപ്പോൾ ഇതിൽ മൾട്ടിപ്പിൾ എൻട്രി ആൻഡ് മൾട്ടിപ്പിൾ എക്സിറ്റ് ഓപ്ഷൻസ് ഉണ്ടാവും. മൾട്ടിപ്പിൾ എൻട്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1ാമത്തെ വർഷം കഴിഞ്ഞിട്ടൊരു എക്സിറ്റ് വേണമെങ്കിൽ ചെയ്യാം, അത് കഴിഞ്ഞിട്ട് വീണ്ടും വേണമെങ്കിൽ ജോയിൻ ചെയ്യാം. അപ്പോൾ മൾട്ടിപ്പിൾ എൻട്രി എക്സിറ്റ്. അപ്പോൾ ഈ 1ാം വർഷം 2ാം വർഷമൊക്കെ ഓക്കെ അല്ലേ, 1ാം വർഷം കഴിഞ്ഞിട്ട് 2, 3 വർഷത്തിലൊക്കെ എൻട്രിയും എക്സിറ്റും ഒക്കെ ചെയ്യാം. ഓക്കെ, അങ്ങനെ ചെയ്യുമ്പോൾ ആ കുട്ടിക്ക് ചിലപ്പോൾ ഒരു ഡിപ്ലോമ കിട്ടും. അതുപോലെ തന്നെ 2 വർഷം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു അഡ്വാൻസ് ഡിപ്ലോമ കിട്ടും. 3 വർഷം കോഴ്സ് കംപ്ലീറ്റ് ചെയ്യുമ്പോഴാണ് പ്രോപ്പർ ഒക്കെ ഡിഗ്രി കിട്ടുന്നത്. അതുപോലെ തന്നെ ഇവിടെ 4 വർഷത്തെ UG ആണെങ്കിൽ 4 വർഷം കഴിയുമ്പോഴാണ് ആ പ്രോപ്പർ ഡിഗ്രി ലഭിക്കുക. അപ്പോൾ ഇതൊരു ക്രെഡിറ്റ് ബേസ്ഡ് സിസ്റ്റമാണ്. അപ്പോൾ ക്രെഡിറ്റ് ബേസ്ഡ് സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഒരു ക്രെഡിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 hour ഓഫ് ടീച്ചിങ്, ഓക്കെ ലെക്ചറർ ഓർ ട്യൂട്ടോറിയൽ, അതുപോലെ തന്നെ ഈസ് ഈക്വൽ ടു 2 hour ഓഫ് പ്രാക്ടിക്കൽ, 2 hour പ്രാക്ടിക്കൽ ഫീൽഡ് അല്ലെങ്കിൽ ഫീൽഡ് വർക്ക്. അപ്പോൾ ഒരു ക്രെഡിറ്റ് ബേസ്ഡ് സിസ്റ്റത്തിലാണ് ഈ ഒരു സിസ്റ്റം മുന്നോട്ട് പോകുന്നത്. അപ്പോൾ ഡിപ്ലോമ എന്ന് പറയുന്ന 1 വർഷം കഴിഞ്ഞ കുട്ടിക്ക് ഡിപ്ലോമ കിട്ടും. അത് 2 വർഷം കഴിഞ്ഞ് കഴിഞ്ഞാൽ അഡ്വാൻസ് ഡിപ്ലോമ ലഭിക്കാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ 3 വർഷം കംപ്ലീറ്റ് ചെയ്യുമ്പോഴാണ് ആ പ്രോപ്പർ ഓക്കെ ഡിഗ്രി എന്ന് പറയുന്ന സംഗതി അവാർഡ് ചെയ്യുന്നത്. ഇതിൻ്റെ ഇടയിൽ എൻട്രിക്കും എക്സിറ്റിനും മൾട്ടിപ്പിൾ എൻട്രി എക്സിറ്റ് ഓപ്ഷൻസ് വിൽ ബി ദർ ഫോർ സ്റ്റുഡൻസ്. അപ്പോൾ ചില സാങ്കേതിക ബുദ്ധിമുട്ടൊക്കെ വരുമ്പോൾ ചിലപ്പോൾ 1 വർഷം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു ബ്രേക്ക് എടുക്കേണ്ടി വരും. അപ്പോൾ എക്സിറ്റ് ചെയ്യാം. വീണ്ടും ആ കുട്ടിക്ക് 1 വർഷം കഴിഞ്ഞ കുട്ടിക്ക് 2ാമത്തെ വർഷത്തിലേക്ക് വേണമെങ്കിൽ എൻട്രി ചെയ്യാം. അപ്പോൾ അതൊക്കെ ഇതിൽ ഓപ്ഷനാണ്. അപ്പോൾ ഇത് 3 വർഷത്തെയും 4 വർഷത്തെയും ഡിഗ്രികൾ ഉണ്ട് എന്നുള്ളത് ഒരു കീ പ്രപ്പോസൽ ഉണ്ടായിരുന്നു. അതിനെക്കുറിച്ചാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഒരു ക്രെഡിറ്റ് ബേസ് സിസ്റ്റത്തിലാണ് ഇത് മുന്നോട്ട് പോകുന്നത്. അതുപോലെ വേറൊരു പ്രപ്പോസലായിരുന്നു, ദ ഹയർ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ക്യാൻ ഓഫർ മാസ്റ്റർ ഡിഗ്രി ഇൻ 1 year ത്രൂ NEP 2020. അപ്പോൾ പറഞ്ഞ കാര്യത്രേ ഉള്ളൂ. 3 വർഷത്തെ UG പ്രോഗ്രാം എന്ന് പറയുന്ന ഒരു പ്രോഗ്രാം ഉണ്ട്. 4 വർഷത്തെ UG പ്രോഗ്രാം ഉണ്ട്. 3 വർഷമാണെങ്കിൽ അത് BCom ആവാം, BSc ആവാം, അല്ലെങ്കിൽ BA ആകാം. 4 വർഷമാണെങ്കിൽ അതേതാണ്, 4 വർഷമാണെങ്കിൽ അതേതാണ്, ഇറ്റ് വിൽ ബി BTech, BE ഓർ BPharm. അപ്പോൾ 3 വർഷം കോഴ്സ് കഴിഞ്ഞ UGക്കാർക്ക് 2 വർഷം കൊണ്ട് മാസ്റ്റർ, അതിൽ ആദ്യത്തെ വർഷം മാസ്റ്റർ ഡിഗ്രി, 2ാമത്തെ വർഷം എന്ന് ഫോക്കസ് ഓൺ റിസർച്ച് ആക്ടിവിറ്റി. അപ്പോൾ 3+2 സ്ട്രക്ചറാണ് അവിടെ ഫോളോ ചെയ്യുന്നത്. ഇനി 4 വർഷത്തെ UG കഴിഞ്ഞ ആളുകൾക്ക് 1 വർഷം കൊണ്ട് എന്ത് കിട്ടും, മാസ്റ്റർ ഡിഗ്രി കിട്ടും. ഓക്കെ, അവിടെ 4+1 സ്ട്രക്ചറാണ് ഫോളോ ചെയ്യുന്നത്. അപ്പോൾ ഈ 1 വർഷം എന്ന് പറയുന്നത് എന്ത് ചെയ്യണം, അവർ ഫോക്കസ് ചെയ്യുന്നത് ഫോക്കസ് ഓൺ റിസർച്ച് ബേസ്ഡ് സ്റ്റഡി. അപ്പോൾ അതാണ് ഈ UG പ്രോഗ്രാം കഴിഞ്ഞ ആളുകൾക്ക് 1 വർഷം കൊണ്ട് എന്താണ് മാസ്റ്റേഴ്സ് ഡിഗ്രി കിട്ടുന്ന ഒരു സിസ്റ്റം NEP നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി 2020 പുട്ട് ഫോർവേഡ് ചെയ്തിട്ടുണ്ടെന്ന് പറയുന്നത് ഇങ്ങനെയാണ്. അപ്പോൾ 3 വർഷം കൊണ്ട് UG ലഭിച്ച ആളുകൾക്ക് BSc, BCom, BA ഒക്കെ ആണെങ്കിൽ 1 വർഷം മാസ്റ്റേഴ്സ് ഡിഗ്രി എന്ന് പറഞ്ഞ സ്ട്രക്ചർ 2ആണ്. അതിൽ 1 വർഷം എന്ന് പറഞ്ഞ സംഗതി മാസ്റ്റേഴ്സ് ഡിഗ്രിക്കും, അടുത്ത 1 വർഷം എന്ന് പറഞ്ഞ സംഗതി എന്താണ്, ഫോക്കസ് ഓൺ റിസർച്ച് ആക്ടിവിറ്റിക്കുമാണ്. അപ്പോൾ 3+2 5, ഇവിടെ 4+1. ആ 1 വർഷം എന്തിനാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്, ഫോക്കസ് ഓൺ റിസർച്ച് ബേസ്ഡ് ആക്ടിവിറ്റി. അടുത്ത പറഞ്ഞാൽ എന്താണ്, ദർ ഈസ് നോ ഡിഫറൻസ് ബിറ്റ്വീൻ ദ ആർട്സ് ആൻഡ്
സയൻസ് സബ്ജക്ട്സ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്കറിയാം ആർട്സ് സബ്ജക്റ്റിൽ വരുന്ന സംഗതിയാണ് ലൈബ്രറി ആർട്സ്, അതിന് സോഷ്യൽ സയൻസ്, സോഷ്യോളജി, എക്കണോമിക്സ്, അതിന് ക്രിയേറ്റീവ് ആർട്സ്, മ്യൂസിക്, തിയേറ്റർ, സ്പീച്ച് എന്നൊക്കെ പറഞ്ഞ സംഗതി. ഹാർഡ് സയൻസിൽ വരുന്ന കാര്യങ്ങളാണ് ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി. ഓക്കെ, അതിന് നമുക്ക് സിസ്റ്റം എന്ന് പറയാം, അതായത് സയൻസ്, ടെക്നോളജി, എഞ്ചിനീയറിംഗ്, മാത്സ്. അപ്പോൾ ഇവ തമ്മിൽ ഒരു കൃത്യമായിട്ടുള്ള ഒരു ഡിഫറൻസ് ഉണ്ടാവില്ല എന്ന് ആണ് NEP 2020. ദർ ഇസ് നോ ഡിഫറൻസ്, അങ്ങനെ ഒരു വേർതിരിവ് ഉണ്ടാവില്ല, ആർട്സും ഹാർഡ് സയൻസ് തമ്മിലൊരു വേർതിരിവ് ഉണ്ടാവില്ല എന്നുള്ളതാണ് വേറൊരു പ്രപ്പോസലായിട്ട് ഉണ്ടായിരുന്ന ഈ ഒരു 2020 കീ പ്രപ്പോസലിൽ വരുന്ന 2020 NEP പ്രകാരമുള്ള ഒരു പ്രപ്പോസൽ. ഓക്കെ, അപ്പോൾ പറഞ്ഞ കാര്യങ്ങൾ ഇത്രയേ ഉള്ളൂ. NEP 2020 എന്ന് പറയുന്നത് 2020 ജൂലൈ 29 യൂണിയൻ ക്യാബിനറ്റ് അംഗീകരിച്ചു. K. കസ്തൂരിരംഗനായിരുന്നു ഈ ഒരു കരട് രൂപം തയ്യാറാക്കിയത് എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. 1986 ഇതിനു മുമ്പേയുള്ള ഒരു നാഷണൽ പോളിസി ഓൺ എഡ്യൂക്കേഷൻ. 34 വർഷത്തിന് ശേഷമാണ് ഇങ്ങനെയൊരു നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി പുട്ട് ഫോർവേഡ് ചെയ്തത്. അതിൻ്റെ കീ ഒബ്ജക്റ്റീവ്സും അതുപോലെ തന്നെ അതിൻ്റെ പ്രപ്പോസൽസും റെക്കമെൻഡേഷൻസും അതിൻ്റെ മോട്ടോയും അതിൻ്റെ 5 പില്ലേഴ്സും അങ്ങനത്തെ കാര്യങ്ങളും സ്ട്രക്ചറൊക്കെ നമ്മൾ നോക്കി. ക്ലാസ് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. മറ്റൊരു ടോപ്പിക്കുമായി തൊട്ടടുത്ത ക്ലാസ്സിൽ കാണാം. നന്ദി, നമസ്കാരം.